ഹലോ കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ രാത്രിയിൽ പിറ്റേ ദിവസത്തേക്ക് അരി അരയ്ക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അരയ്ക്കുന്നത് തൊട്ടാണ് കേട്ടോ തുടങ്ങുന്നത്. ഇത് ഫസ്റ്റ് ഞാൻ അരിയും ഉഴുന്നും പിന്നെ കുറച്ച് ഉലുവയും കൂടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അരച്ച് രാത്രി വെക്കുവാണേ. പിറ്റേ ദിവസത്തേക്ക് ആകുമ്പോഴത്തേക്കും നല്ല ദോശയ്ക്കോ ഇഡലിക്കോ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിക്ക് അത് പൊങ്ങി വന്നിട്ടുണ്ടാവും. കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് വെക്കും കേട്ടോ രാത്രിയിൽ. എന്നിട്ട് അത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലാണ് കേട്ടോ ഞാൻ അടച്ചു വെക്കുന്നത്. അതാകുമ്പോൾ രാവിലെ നന്നായിട്ട് പൊങ്ങി വരുവേ. സാധാരണ നന്നായിട്ട് പൊങ്ങി വരുന്നതാണ് കേട്ടോ. പിന്നെ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അതാകുമ്പോൾ രാവിലെ കൊടുത്തും വിടാം, ഇപ്പോൾ എടുക്കുകയും ചെയ്യാമല്ലോ. അങ്ങനെ രാവിലത്തെ വീഡിയോ ആണ് ഇത് വരുന്നത്. രാവിലെ നല്ല റോസപ്പൂക്കളൊക്കെ കണ്ടുകൊണ്ടാണ് കേട്ടോ തുടങ്ങിയത്. പിന്നെ ചായക്ക് വേണ്ടി ഇതാ പാലൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ദോശമാവ് തുറന്നു നോക്കിയപ്പോൾ കണ്ട നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. നല്ല കുറച്ചുകൂടി പൊങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഞാൻ പോയി എടുത്തപ്പോഴത്തേക്കും കുറച്ച് താന്നതാണ്. അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് ആവശ്യത്തിനുള്ള മാവ് മാത്രമേ ഞാൻ എടുത്ത് സെറ്റ് ചെയ്യത്തുള്ളൂ ഉപ്പൊക്കെയിട്ട്. ബാക്കിയെല്ലാം ഞാനൊരു ഓരോ പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. ആവശ്യത്തിനനുസരിച്ച് ഉപ്പൊക്കെ ചേർത്ത് പിന്നെ എടുത്താൽ മതിയല്ലോ. ആവശ്യത്തിനുള്ള മാവ് മാത്രമേ ഞാൻ എടുത്ത് വെളിയിൽ വെക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ ഫ്രിഡ്ജിലോട്ട് കയറ്റും. പിന്നെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ തിളപ്പിച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് ചൂടാക്കി വെക്കുമ്പോൾ അത് നല്ലതായിട്ട് പിടിച്ചിരുന്നോളൂല്ലോ. ദോശ പിന്നെ ഓരോരുത്തർക്കും ഓരോ മോഡലാണ് കേട്ടോ. ആദ്യം കുറച്ച് നെയ് റോസ്റ്റ് ഒക്കെ പോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ബ്രൂ കാപ്പിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സാധാ ദോശ പോലെ കുറച്ച് ചുട്ടെടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ തന്നെ ചൂടുവെള്ളം തിളപ്പിച്ച് വെക്കും കേട്ടോ. എന്നാലല്ലേ ആറിയിരിക്കത്തുള്ളൂ. അതുകൊണ്ട് അത് നേരത്തെ തന്നെ ആറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുടുവിന് തൊപ്പിയ ദോശ വേണമെന്നും പറഞ്ഞ് പിന്നെ ഞാൻ തൊപ്പി ദോശ തന്നെ ഉണ്ടാക്കി കൊടുത്തായിരുന്നു. അവന് ഉച്ചയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി. പിന്നെ കുഞ്ഞു ദോശയായിട്ട് ഒഴിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിക്കൻ കറി ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ ദോശയും ചിക്കൻ കറിയും വെച്ച് രണ്ടുപേരുടെയും ലഞ്ച് ബോക്സ് ഓക്കെ ആയിരുന്നു. ആ ഒരു പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനമാണല്ലോ. ലഞ്ച് ബോക്സും സ്നാക്സും വെള്ളവും എല്ലാം റെഡിയാക്കി കൊടുത്തു. അവർ രണ്ടുപേരും റെഡിയായി നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്തതാണ്. അങ്ങനെ അവരെ സ്കൂളിൽ കൊണ്ടാക്കാൻ നിൽക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചു നേരം കർട്ടനൊക്കെ പൊക്കിയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് വിശ്രമിക്കും കേട്ടോ. കുറച്ച് ഫോണൊക്കെ കാണും. പിന്നെ അത്യാവശ്യം വീടൊക്കെ അപ്പോൾ അലങ്കോലമായി കിടക്കുമായിരിക്കും. അതെല്ലാം ഒന്ന് നോക്കും കേട്ടോ. എന്നിട്ട് എല്ലാം ഒന്ന് അടുക്കി പറക്കിയൊക്കെ ഒന്ന് വെച്ചിട്ട് പിന്നെ നേരെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, ഫുഡ് മുഖ്യം ബിഗിലെന്ന് പറഞ്ഞ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അതിനിടയ്ക്ക് ഈ ഒരു നമ്മുടെ ഈ ദോശക്കല്ലില്ലേ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ എണ്ണ പോലെ ഇങ്ങനെ പിടിച്ചിരിപ്പുണ്ടായിരുന്നേ. അത് ഞാൻ സാധാ സ്ക്രബൊക്കെ ഉപയോഗിച്ച് കഴുകി നോക്കിയിട്ടും പോകുന്നില്ലായിരുന്നു കേട്ടോ. പക്ഷെ അതിന്ന് എനിക്ക് ഈ നന്നായിട്ട് ദോശയൊക്കെ ചുട്ട് അത് ചൂടായി കഴിഞ്ഞപ്പോൾ ഈ ചട്ടകം കൊണ്ട് തന്നെ ഞാൻ ചിരണ്ടി അങ്ങ് കളഞ്ഞപ്പോൾ അതങ്ങ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ആദ്യം തന്നെ കുട്ടികളുടെ റൂമിൻ്റെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറി. വെൽവെറ്റിൻ്റെ ബെഡ്ഷീറ്റാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. നല്ല ബെഡ്ഷീറ്റാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ ഞാനിത് വാങ്ങിയത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചൂടുള്ള സമയത്ത് നമുക്ക് ഭയങ്കര ചൂടായിട്ട് ഫീൽ ചെയ്യും. തണുപ്പത്ത് ഇത് ഓക്കെയാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അങ്ങനെ ഞാൻ ജനലൊക്കെ തുറന്നൊന്ന് നോക്കിയപ്പോഴത്തേക്കും മഴയൊക്കെ മാറി ഒന്നിച്ചിരി വെയിൽ കണ്ടു കേട്ടോ. വെയിലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒത്തിരി തുണി അലക്കാൻ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ തുണികളൊക്കെ പെട്ടെന്ന് തരംതിരിച്ച് അലക്കി എടുത്തിട്ടുണ്ടായിരുന്നു വാഷിംഗ് മെഷീനിൽ. പിന്നെ സ്റ്റാൻഡിൽ നമ്മുടെ പിള്ളേരുടെ യൂണിഫോം ഒക്കെ സെറ്റാക്കി വെച്ചപ്പോഴത്തേക്കും വെളിയിൽ ചെറുതായിട്ട് മഴ പെയ്തു. അതുകൊണ്ട് ഞാൻ അകത്ത് തന്നെ വെച്ചു കേട്ടോ, ഫാൻ ഇട്ടിട്ട്. പിന്നെ നോക്കിയപ്പോൾ പാത്രമെല്ലാം അത്യാവശ്യം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. വീടിനകമൊക്കെ അത്യാവശ്യം ക്ലീൻ ആയിട്ടുണ്ടായിരുന്നേ. അതെല്ലാം കഴിഞ്ഞ് ഇച്ചിരി ഒന്ന് മഴ മാറിയപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് വെളിയിലോട്ട് ഇറങ്ങി നോക്കിയപ്പോൾ റോസയ്ക്കകത്തൊക്കെ നല്ല പൂക്കളൊക്കെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ നമുക്ക്. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നട്ട് വളർത്തിയ ചെടിക്കകത്തൊക്കെ പൂക്കൾ വന്ന് നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ്. അങ്ങനെ എൻ്റെ 2-3 റോസകളുണ്ട് കേട്ടോ. അതിൻ്റെ മിക്കതിൻ്റെയും കളറ് റെഡ് കളറാണ്. അപ്പോൾ ആ പൂക്കളൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.